ഇവിടം മുതലാണ് ആനമുടി റിസർവ് ഫോറസ്റ്റ്. ഇതിനുള്ളിലാണ് കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി. ജനവാസ മേഖലയിൽ എത്ര വലിയ സൗകര്യങ്ങളും വീടും സ്ഥലവും ഒരുക്കിക്കൊടുക്കാമെന്ന് പറഞ്ഞാലും വനത്തിനുള്ളിലെ തങ്ങളുടെ കുടികൾ വിട്ടുപോരില്ലെന്ന നിലപാടുള്ള ആദിവാസി വിഭാഗങ്ങളാണ് ഇടമലക്കുടിയിൽ ഉള്ളത്. ഇപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ K രാധാകൃഷ്ണനാണ് ഇടമലക്കുടിയിൽ ആദ്യമെത്തുന്ന മന്ത്രി. രാധാകൃഷ്ണനും LDF നേതാക്കളും ആദ്യമായി ഇടമലക്കുടി സന്ദർശിക്കുമ്പോൾ ആദിവാസികൾക്ക് സൗജന്യ റേഷൻ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് ചുമട്ടുകൂലിയായി 1 കിലോയ്ക്ക് 11 രൂപയോളം ആദിവാസികൾ നൽകണമായിരുന്നു. ആ ചുമട്ടുകൂലി കൂടി സർക്കാർ ഖജനാവിൽ നിന്ന് കൊടുക്കുവാനാണ് അന്ന് ആദ്യം തീരുമാനിച്ചത്. പിന്നീടങ്ങോട്ട് ഒരു ആധുനിക സമൂഹത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഇടമലക്കുടിയിലെ വിവിധ കുടികളിലേക്ക് എത്തിക്കുവാൻ സർക്കാർ ജാഗ്രത കാണിക്കുകയാണ്. MM മണി മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഭൂമിക്കടിയിലൂടെ കിലോമീറ്ററുകൾ കേബിൾ ഇട്ടാണ് കുടികളിലേക്ക് വൈദ്യുതി എത്തിച്ചത്. ഇരുണ്ട് കിടന്ന ഭൂമിനെ വെളിച്ചത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ മണിസഖാവാണ്. അത് മുമ്പിൽ ഞങ്ങൾ മണ്ണെണ്ണ വിളക്കും ഈ സൂട്ടിൽ ഏറ്റ സൂട്ട് വെച്ചാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കുകയായിരുന്നു. അന്ന് ഇപ്പോൾ MM സഖാവ ഇവിടെ വന്ന് വെളിച്ചത്തിന് കറണ്ട് കൊണ്ടുവന്ന ശേഷം ഞങ്ങൾക്ക് വളരെ ഒരു 4-5-6 കുടിന് ഒരു വെളിച്ചമുണ്ട്. ദുർഘടം പിടിച്ച കാനനപാതയിലൂടെയാണ് മുമ്പ് ഇടമലക്കുടിയിലേക്കുള്ള യാത്രയെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ 18.5 കോടി രൂപ മുടക്കി വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങി കുടികളിലേക്ക് കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കുന്നു. 3 ഡോക്ടർമാർ ഉൾപ്പെടെ അത്യാവശ്യമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ PHC ഇടമലക്കുടിയിൽ മന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന സർക്കാർ 5 കോടി രൂപ BSNL കൊടുത്താണ് കുടിയിൽ ടവർ സ്ഥാപിച്ചത്. എല്ലാ കുടികളിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഓല കുത്തിച്ചാരിയ ചെറ്റക്കുടിലുകൾക്ക് പകരം ലൈഫ് പദ്ധതിയിലൂടെ അടച്ചുറപ്പുള്ള വീടുകളായി. റോഡ്, വൈദ്യുതി, കുടിവെള്ളം, ഇന്റർനെറ്റ്, പാർപ്പിടം എല്ലാം ഇടമലക്കുടിയിൽ ഒരുക്കുകയാണ് LDF സർക്കാർ. MP ആയിരിക്കുമ്പോൾ കിലോമീറ്ററുകൾ നടന്ന് എല്ലാ കുടികളിലും എത്തിയിട്ടുള്ള ജോയ്സ് ജോർജ് കുടിനിവാസികൾക്ക് സുപരിചിതനാണ്. തങ്ങളിൽ ഒരുവനെ പോലെയാണ് ജോയ്സ് ജോർജിനെ കുടിനിവാസികൾ സ്വീകരിച്ചത്. ഇരുണ്ടുകിടന്ന ഒരു ഭൂമിയെ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു സർക്കാർ എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സാക്ഷ്യപ്പെടുത്തുന്നത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസൽ സെബാസ്റ്റ്യൻ, കൈരളി ന്യൂസ്.